Hi friends, എല്ലാവർക്കും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് വെള്ളത്തിൽ 4 മുട്ട എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വെള്ളം തിളച്ചതിന് ശേഷം 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മുട്ട തൊണ്ട് പൊളിച്ച് കളഞ്ഞു വയ്ക്കുക. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ഇഞ്ച് അരിഞ്ഞ ഇഞ്ചിയും 3 അരിഞ്ഞ പച്ചമുളക് 2 ചെറുതാക്കി അരിഞ്ഞ സവോളയും ചേർത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി 3-4 മിനിറ്റ് വഴറ്റുക. അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 10-12 കറിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക. 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ചൂടാക്കുക. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് 1 മിനിറ്റ് ഇളക്കുക. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. പുഴുങ്ങിയ മുട്ട പകുതി ആക്കിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം വിളമ്പുക. ഇന്ന് നമ്മൾ നോക്കിയത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.